ഹലോ നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് ജാവാസ്ക്രിപ്റ്റ് മാപ്പ് ഒബ്ജക്റ്റിനെ കുറിച്ചാണ്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സംസാരിച്ചത് സെറ്റ് എന്ന ഒബ്ജക്റ്റിനെ കുറിച്ചാണ്. അതേ രൂപത്തിൽ തന്നെ വരുന്ന മറ്റൊരു അറേ ഫങ്ഷൻസ് ആണ്, അല്ലെങ്കിൽ ഒരു കൂട്ടം ഒബ്ജക്റ്റുകൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മാപ്പ് ഒബ്ജക്റ്റും ഉപയോഗിക്കുന്നത്. ഓക്കെ, മാപ്പ് ഒബ്ജക്റ്റിൻ്റെ ഉള്ളിൽ നമ്മൾ വാല്യൂസ് ചേർത്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു വാല്യൂ ഉണ്ടാവും, അതേപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു കീയും ഉണ്ടാവും. ഒരു കീയും അതേപോലെ തന്നെ ഒരു വാല്യൂവും കൂടിയും അടങ്ങിയതാണ് എന്ത് മാപ്പ് ഒബ്ജക്റ്റ് വരുന്നത്. ഇതിനുള്ള മെത്തേഡ് എന്തെന്ന് വെച്ചാൽ ആദ്യം തന്നെ നമ്മൾ സിൻടാക്സ് എങ്ങനെയെന്ന് വരുന്നത് ന്യൂ മാപ്പ് എന്നിട്ട് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ഇൻ്ററബിൾ, അതായത് നമുക്ക് ഇതിൻ്റെ കൂടെ എന്ത് വരും റെപ്രസെൻറ്റേറ്റീവായിട്ട് റെപ്രസെൻറ്റ്സ് എ അറേ ആൻഡ് ഒരു അറേ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കൂടെ ഒരു കീ വാല്യൂ പെയർ ആയിരിക്കും, അതായത് ഒരു കീയും ഉണ്ടാവും അതിൻ്റെ കൂടെ തന്നെ ഒരു വാല്യൂ ഉണ്ടാവും. ഈ രൂപത്തിലാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ വാല്യൂ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ് നോക്കാം. ഒരു മാപ്പ് ഒബ്ജക്റ്റിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡ്യൂപ്ലിക്കേറ്റ് കീ ഉപയോഗിക്കാൻ പറ്റില്ല. അതേപോലെ ഒരു മാപ്പ് ഒബ്ജക്റ്റിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള വാല്യൂസും ചേർത്ത് കൊടുക്കാൻ പറ്റില്ല. പിന്നെ നമുക്ക് പ്രിമിറ്റീവ് ആയിട്ടുള്ള വാല്യൂസ് മാത്രമേ നമുക്ക് ചേർത്ത് കൊടുക്കാൻ പറ്റൂ, അതായത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഡാറ്റകളായത് ഇൻറ്റ്, ഫ്ലോട്ട്, ക്യാർ അങ്ങനെയുള്ള ഡാറ്റാസ് മാത്രമേ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റൂ. ഓക്കെ, പിന്നെ ഇതിൻ്റെ കൂടെ വാല്യൂസ് ആഡ് ചെയ്യുമ്പോൾ അതൊരു കീ പെയർ വാല്യൂസ് മോഡലായിരിക്കും വരിക, അതായത് ഒരു കീയും വേണം, അതേപോലെ തന്നെ അതിൻ്റെ കൂടെ ഒരു വാല്യൂം ആഡ് ചെയ്തിട്ടായിരിക്കും ഈ മാപ്പിൻ്റെ ഉള്ളിൽ നമ്മൾ വാല്യൂസ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ മാപ്പ് ഉപയോഗിച്ചിട്ട് നമുക്കൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ വന്ന് പുതിയ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഓപ്പൺ ചെയ്തതിന് ശേഷം പുതിയൊരു ഫയൽ ഓപ്പൺ ചെയ്തു. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ സ്ക്രിപ്റ്റ് എന്ന് ചേർത്ത് കൊടുത്തു. ഓക്കെ, നമ്മൾ ജാവാസ്ക്രിപ്റ്റ് ആണ് ചെയ്യുന്നത്, അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ സ്ക്രിപ്റ്റ് എന്ന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യാണ്. വേരിയബിളിൻ്റെ പേര് മാപ്പ് എന്നാണ്. ഇഷ്ടമുള്ള എന്താണോ പേര് വേണ്ടത് അത് ചേർത്ത് കൊടുക്കാം. ഇവിടെ വന്ന് ഈക്വൽ ടു ന്യൂ മാപ്പ് എന്ന് നമ്മൾ ചേർത്ത് കൊടുത്തു. അതിനുശേഷം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്തു. അതിനുശേഷം നമ്മളിവിടെ മുകളിൽ ഡിക്ലെയർ ചെയ്ത മാപ്പ് ഡോട്ട്, അതിനുശേഷം നമ്മൾ ഇതിലേക്ക് വാല്യൂ സെറ്റ് ചെയ്യാണ്. അപ്പോൾ സെറ്റ് എഴുതിയതിന് ശേഷം നമ്മൾ ആദ്യം തന്നെ നമ്മളിവിടെ വന്ന് HTML എന്നാണ് ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെ ഏതൊക്കെ വാല്യൂസ് ആണോ നമുക്കിതിലേക്ക് ആഡ് ചെയ്യേണ്ടത് അതെല്ലാം ആഡ് ചെയ്യാം. ആദ്യം തന്നെ നമ്മൾ HTML എന്ന് ചേർത്തു. രണ്ടാമത് നമ്മളിവിടെ വന്ന് CSS എന്നാണ് ചേർത്ത് കൊടുക്കുന്നത്. ഓക്കെ, മൂന്നാമത് നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ജാവാസ്ക്രിപ്റ്റ് JS കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നതിൻ്റെ മുമ്പ് ഇതിൻ്റെ കൂടെ നമ്മൾ കീ പെയർ വാല്യൂ ആയിട്ടാണ് വരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ മുമ്പിൽ ഒരു കീ കൂടി ചേർത്ത് കൊടുക്കണം. ആദ്യത്തെ കീ 1 എന്നും രണ്ടാമത്തെ കീ 2 എന്നും മൂന്നാമത്തെ കീ നമ്മൾ എന്ത് ചെയ്തു 3 എന്നും ചേർത്ത് കൊടുത്തു. ഇനിയും തുടർന്ന് വാല്യൂ വരുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് കീകൾ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം നമ്മളിവിടെ കൊടുത്ത വാല്യൂസ് നമുക്കൊന്ന് പ്രിന്റ് ചെയ്യിപ്പിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രിന്റ് ചെയ്യിപ്പിക്കാൻ എന്ത് ചെയ്യാം, ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ് എന്നിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. അതിനുശേഷം നമ്മളിവിടെ വന്ന് മാപ്പ്, നമ്മൾ മുകളിൽ കൊടുത്ത മാപ്പിൻ്റെ പേരാണ്, എന്നിട്ട് ഡോട്ട് ഗെറ്റ് എന്നിട്ട് കൊടുത്തു. ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് ഏത് വാല്യൂ ആണോ ഗെറ്റ് ചെയ്യേണ്ടത് ആ വാല്യൂവിൻ്റെ കീ ഏതാണോ അത് നമ്മൾ ചേർത്ത് കൊടുത്തു. പുതിയ ലൈന് വരാൻ വേണ്ടി ഇവിടെ വന്ന് BR എന്ന് ചേർത്തു. ഓക്കെ, അങ്ങനെ 3 വാല്യൂ ആണ് വരുന്നത്, അതുകൊണ്ട് 3 നമുക്ക് പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ വന്ന് 3 നമ്മളിവിടെ വന്ന് ഈ രൂപത്തിൽ ചേർത്ത് കൊടുത്തു. ഓക്കെ, ഇവിടെ വന്ന് 2 എന്നും ചേർത്തു, ഇവിടെ വന്ന് നമ്മൾ 3 എന്നും ചേർത്ത് കൊടുത്തു. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഈ ഫയൽ നമുക്കൊന്ന് റൺ ചെയ്യിപ്പിക്കാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ലൈവ് സെർവർ വെച്ചത് റൺ ചെയ്യിപ്പിക്കുകയാണ്. അപ്പോൾ നമുക്ക് സ്ക്രീനിൽ ഇതിൻ്റെ ഉള്ളിൽ കൊടുത്ത വാല്യൂസ് HTML, അതേപോലെ തന്നെ CSS, അതേപോലെ തന്നെ ജാവാസ്ക്രിപ്റ്റ് ഈ രൂപത്തിൽ നമുക്ക് കാണിച്ചു തരും. എന്നാൽ നമുക്ക് ഇതിനുള്ളിലുള്ള ഇല്ലാത്തൊരു വാല്യൂ ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ, അതായത് ഇപ്പോൾ നമ്മൾ 1 2 3 എന്നുള്ള രൂപത്തിൽ ചേർത്ത് കൊടുത്തു, എന്നാൽ ഇതിൻ്റെ ഉള്ളിൽ ഇല്ലാത്തൊരു വാല്യൂ ആണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കണമെന്ന് വെച്ച്. എക്സാമ്പിൾ നമ്മൾ 5 ആണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ നമുക്കതെന്തായിരിക്കും അൺഡിഫൈൻഡ് എന്നുള്ള രൂപത്തിലായിരിക്കും ഡിസ്പ്ലേ ചെയ്ത് വരിക. അപ്പോൾ നമുക്കൊരു കൂട്ടം വാല്യൂസിനെ നമുക്ക് മാപ്പിൻ്റെ ഉള്ളിൽ എങ്ങനെ സെറ്റ് ചെയ്യാമെന്നും സെറ്റ് ചെയ്ത വാല്യൂ എങ്ങനെ റിട്രൈവ് ചെയ്ത് പ്രിന്റ് ചെയ്യിപ്പിക്കാമെന്നുമാണ് ഇന്നത്തെ ക്ലാസ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും മീറ്റ് ചെയ്യാം.